അപ്പോ നമുക്കിനി ചടങ്ങിലേക്ക് കടക്കാം. അല്ല ആന്റി, എനിക്ക് നീ ഒന്നും പറയണ്ട. നീ പോലും അറിയാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ പ്രണയം ഉണ്ടാകുന്നതും നിനക്കുണ്ടായ രൂപമാറ്റങ്ങളും. എന്ത് തേങ്ങ ഉണ്ടായെന്ന് ഇവരീ പറയുന്നേ? ഇല്ലല്ലോ. രോഹിത് ഇവിടെ ഡ്രൈവറായിട്ട് എത്തിയത് ഒരു നിയോഗമാണെന്ന് കൂട്ടിക്കോളൂ പത്മാവതി. അതെ സത്യാമ്മേ, നിയോഗം തന്നെ. വിധിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല. രോഹിത്, നിന്നെ ചതിച്ച പെൺകുട്ടി ഇപ്പോഴും മനസ്സിലുണ്ടോ? ഇല്ല സത്യമേ, എന്നെ സംബന്ധിച്ച് അവൾ മരിച്ചു. ആ സ്ഥാനത്തേക്ക് നല്ലവളും അനുസരണശീലവുമുള്ള ഈ പുതിയ സുസ്മിതയ്ക്ക് സ്വാഗതം. കാട്ടിത്തരാടാ നിന്നെ ഞാൻ. ഗുരു, ഈ രസം ഇതേതാ? എടാ, ഇതാണ് ഭീവത്സം. ആന്റി, എനിക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാലോ. അല്ല ഭാമേ, ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ അതൊന്നും സരള നോക്കണ്ട. രോഹിത് എനിക്ക് വിഷ്ണുവിന്റെ സ്ഥാനത്താണെന്ന് കൂട്ടിക്കോളൂ. അത് കേട്ടാ മതി. സത്യമേ, എനിക്ക് സുസ്മിതയോടൊന്ന് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടല്ലേ അമ്മ. പിന്നെ നിന്റെ ജന്മദിനം ചരമദിനവും ഒന്ന് തന്നെയാവും. എന്താ രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം? ഞങ്ങൾ ഇപ്പൊ തന്നെ മാറി തരണോ? അത് ആന്റി പറഞ്ഞോ മോളെ, എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോ. എന്തു പറ്റി? ഒന്നുമില്ല ആന്റി. ആന്റി എന്റെ മനസ്സ് കണ്ടതിന് താങ്ക്സ് പറയാൻ തുടങ്ങിയതാ. താങ്ക്സ് ഒന്നും വേണ്ട മോളെ. ഇതൊക്കെയല്ലേ ആന്റിക്ക് ചെയ്യാൻ കഴിയൂ. ഇതിൽ കൂടുതൽ സഹായമൊന്നും നിങ്ങൾ എനിക്ക് ചെയ്യാനില്ല ആന്റി. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഗോൾ പോസ്റ്റ് തുറന്നു കിടക്കുന്നുണ്ട്. വയ്യാത്ത കാലം കൊണ്ട് അയാളും ഗോൾ അടിക്കുന്നു. വിഷ്ണു, മോതിരം എങ്ങ് കൊണ്ടുപോവാ. അയ്യോ, ശാലിനി, മോതിരം മോതിരം.
അമ്മ ഇങ്ങോട്ട് നിൽക്കണം. അടുത്തേക്ക് നിൽക്ക്. കൈ നീട്ടി കൊടുക്കും മോളെ. ഇത് നിനക്കുള്ള ലക്ഷ്മണരേഖയാ മോളെ. നീ പെട്ടു. ഇനി രോഹിത്തിനെ അണിയിക്ക്. ഇത് നിന്റെ കൊലക്കയറാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഗുരു, എനിക്കൊരു സംശയം. എന്താണ്? ഈ കല്യാണ നിശ്ചയത്തിന് എന്തിനാ പരസ്പരം മോതിരം ഇടുന്നത്? എടാ, മോതിരം എന്ന് പറയണത് വളയമല്ലേ? ആ അതെ. ഒരു വളയത്തിലൂടെ എത്ര ഓടിയാലും വട്ടം കറങ്ങാൻ അല്ലാതെ പുറത്തിറക്കാൻ പറ്റുമോ? ഓ ഇല്ല. ആ, അത് തന്നെയാണ് കല്യാണവും. ഓ പെട്ടാ പിന്നെ ഊരാൻ പറ്റൂല. ആ അതിന്റെ ഓർമ്മപ്പെടുത്തല നിശ്ചയം. വേണോ ഈ ഓടി രക്ഷോട്ടോളെ. ഓഹോ. എടുത്തു. ആ ഇനി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. ഇതാ മോളെ പിടിക്ക്. കട്ടി ഭാമേ നിക്ക്. സുസ്മിതയുടെ കൂടെ രോഹിത് കൂടി ചേർന്ന് കട്ട് ചെയ്യട്ടെ. ഇനിയുള്ള യാത്ര രണ്ടാളും ഒരുമിച്ചല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ രാഘവേട്ട. ആ വാ അങ്ങോട്ട് നിൽക്ക്. മുടിച്ചില്ലേ? ആ കട്ട് ചെയ്യ് സുസ്മിത. മോളെ രോഹിതിനെ കൂടെ കൂട്ടിക്കോ. എല്ലാവരും കൈയടിക്കാം, കൈയടിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Susmita. Happy birthday to you. Happy birthday dear Susmita. Happy birthday to you.
മോളെ കേക്ക് രോഹിതിന് കൊടുക്ക്. സുസ്മിത അമ്മ പറഞ്ഞത് അനുസരിക്കൂ. കൊടുക്ക്. മോളെ കയ്യിലല്ല, വായിൽ വെച്ചു കൊടുക്ക്. കൊടുക്ക് മോളെ. വീണ്ടും ഒന്നുകൂടി കൈയടിക്കാം. രോഹിത്, ഇനി നീ കൊടുക്ക്. പൊന്നി, ഇങ്ങ വന്നേ. ആ കേക്ക് കെട്ടിയത് എല്ലാവർക്കും കൊണ്ടു കൊടുക്ക. എല്ലാം ഓക്കെ അല്ലേ? സന്തോഷായില്ലമ്മ. അത് മതി. ആ എന്നാ ഇനി ഞാൻ പൊക്കോട്ടെ ആന്റി. അതെന്താ മോളെ പെട്ടെന്ന്? സുസ്മിത, അവൾക്ക് നാണമായെന്ന് തോന്നുന്നു. വലിയ നാണക്കാരിയാ. അതെ അതെ, ഞങ്ങൾക്കറിയാം. അവിടെയെല്ലാം ഇവിടെ എല്ലാവരും കൂടി എല്ലായിടത്തും ഇത് വരെ മാത്രമല്ല. പിന്നെ ശരി. ഇത് മുഴുവൻ വിഷ്ണുവിനുള്ളതാ. കഴിച്ചു. ഇത് മുഴുവനോ? അതെ, ഇതല്ലേ വിഷ്ണുട്ട് ചോദിച്ചിട്ട് ശാലിനി തരില്ലെന്ന് പറഞ്ഞ്. കേക്ക് പീസ്. ചോദിച്ചത് എന്ത്? പ്രീതി എന്നോട് പറഞ്ഞു. എടാ നാണക്കേടാടാ. ഞാനും ശാലിനി കുഞ്ഞിനോട് ചോദിച്ചൊന്നും ഇവിടെ കിട്ടില്ല. അപ്പൊ അത് ഇതായിരുന്നല്ലേ? പിന്നെ വേറെന്താ? വേറൊന്നുമില്ല, അത് ഇതന്നെ കേക്ക് പീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇതുപോലുണ്ടോ ഒരു കൊതി? ഞാൻ കാരണം മാനം കപ്പൽ കയറാതിരുന്നെന്ന് ഓർത്താണേ. അതെ, എന്തായാലും ഇത്രയും നേരത്തെ മാനസിക ബന്ധത്തിന് പരിഹാരമായിട്ടേ എനിക്കിപ്പോ അത് കിട്ടിയേ തീരൂ. എന്ത്? മറ്റേത്. അതെ, തൽക്കാലം ഇത് കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്. കഴിച്ചു. മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്. സംഭവം കേക്ക് ഭയങ്കര ഇഷ്ടമാ.
എന്ത് സംഭവിക്കാൻ പാടില്ലെന്ന് കരുതിയോ അത് തന്നെ സംഭവിച്ചു. ടൈം പാസിന് വേണ്ടി കൊണ്ടു നടന്നവൻ ലൈഫ് പാർട്ട്ണർ ആവുന്നു. ഛേ, ആ പുഴു! ഇത്രയും നാള് ഞാൻ അവനിൽ നിന്ന് ഒളിച്ചോടിയത് പിന്നെ എന്തിനാ? എവിടെ എന്റെ നീക്കങ്ങൾ പിഴച്ചത്? ആരോ സമർത്ഥമായി കളിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ. ആരാ എന്നെ കാട്ടിക്കൊടുത്തത്? എന്താടി, നിനക്കൊരു മംഗളാശംസ പറയാൻ വേണ്ടി വന്നതാ സുസ്മിതേ. അവിടുന്ന് നീയെ തിരക്കിട്ട് വന്നപ്പോഴേ എനിക്ക് പറയാൻ സാധിച്ചില്ലല്ലോ. ആ പല്ല് കടിച്ചു പൊട്ടിക്കാതെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബാലൻസ് ചിന്തിച്ചോ സുസ്മിതേ? ഈ കണ്ട സ്വപ്നത്തിന്റെ ബാലൻസ് കാണുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. നിനക്കെങ്ങനെ ഈ പണി കിട്ടി എന്നല്ലേ നീ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്നായിരിക്കും. എടീ, അതാടി ഞാൻ പറയുന്നത്. നീ ചിന്തിച്ച് അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നതെന്ന്. നിന്റെ മരവിച്ച തലച്ചോറ് ചൂടാക്കി നീ വല്ലാതെ പാടുപെടണ്ട. ഇതിനൊക്കെ പിന്നില് ഞാനടി. എടി, നീയോ? അത്ര പോലും ചിന്തിക്കാനുള്ള ബോധമില്ലേ സുസ്മിതേ നിനക്ക്? രോഹിത് വെറുതെ ഒരു ദിവസം വന്ന് സത്യാമ്മയുടെ വീട്ടിലെ ഡ്രൈവറായി ജോയിൻ ചെയ്യുമെന്ന് നീ കരുതിയോ? നിനക്കെന്തായാലും ഒരു കാര്യത്തെ സമാധാനിക്കാം. നീ പ്രേമിച്ചിരുന്ന ആളെ തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുമല്ലോ. ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റ്സ്. അത് വെറും തമാശയ്ക്ക്. അപ്പൊ പിന്നെ ഇതൊരു തമാശയായിട്ട് കൂട്ടിയാ മതി. ഇത് ചതിയാ, ചതി. എല്ലാരും കൂടെ എന്നെ ട്രാപ്പിലാക്കായിരുന്നു. വേദോപദേശം നടത്തുന്നോടി ലേഡി ഡെവൽ. അതെടി, നിന്റെ പേര് അത് തന്നെയാ, പെൺപിശാച്. അതിനെ ഒഴിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഭൂതോച്ചാടനം. എടി, നീ പറഞ്ഞില്ലേ ട്രാപ്പിലാക്കിയതാണെന്ന്? അതേടി, ഞാൻ അറിഞ്ഞു തന്നെ ചെയ്തതാ. പിന്നെ ചതിയുടെ കാര്യം, നീ ഇത്രകാലം ജീവിച്ചത് തന്നെ അങ്ങനെയല്ലേ? അല്ലേ? അല്ലേടി, നീ രോഹിത്തിനെ പ്രേമിച്ചിട്ട് വഞ്ചിച്ച് കടന്നു കളഞ്ഞത് ചതിയല്ലായിരുന്നോടി? പിന്നാലെ വന്ന ആ സാധുവിനെ അടക്കം 3 പേരെ കൊല്ലാൻ കാറിന്റെ ടയർ ഇളക്കി വെച്ചത് ചതിയല്ലേ? പായസത്തിൽ വിഷം കലർത്തി പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നതും ആ കുറ്റം വസുമതി ആന്റിയുടെ തലയിൽ ചാരി ജയിലിലാക്കിയതും ചതിയല്ലേ? എടീ, സത്യാമ്മയോട് സ്നേഹം കാണിച്ച് അവരുടെ മക്കളെയും മരുമക്കളെയും തമ്മിലടുപ്പിക്കുന്ന നീ സത്യാമ്മയെ മാത്രമല്ല സ്വന്തം മനസാക്ഷിയെ കൂടി ചതിക്കല്ലേ? ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന നേരം വെളുക്കും. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഉപകാരം ചെയ്യുന്ന നിനക്ക് തിരിച്ചൊരു കുഞ്ഞുപകാരം ചെയ്യണ്ടേ സുസ്മിതേ? ഈ കല്യാണം നടക്കും, ഞങ്ങൾ നടത്തും.